നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇപ്പോൾ ജൂൺ മാസം സ്റ്റാർട്ടായിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോ എന്താച്ചാല് മിക അത്ഭുതപ്പെടുത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ. കാരണം ഇന്ന് വന്നിട്ട് ഒരു പുതിയ വിഷയത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നു. അതിനാല് പതിവ് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാസാദ്യം നമ്മൾ ചെയ്യ വേണ്ടിയ ശക്തിയാർന്ന ഒരു 8 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. അതിനാല് നിങ്ങളുടെ ജീവിതമേ മാറി മറിയും വിധം മാറ്റങ്ങൾ സംഭവിക്കും. അതും ഒരു 21 ഡേയ്സ് 21 ദിവസത്തിൽ നിങ്ങൾക്ക് വരവേണ്ടിയ എല്ലാമേ നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കും. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഓരോ മാസവും, അത് ഈതർ മലയാളം ഓർ ഇംഗ്ലീഷ് മാസം, അത് ഫസ്റ്റ് ഡേറ്റ് 10നുള്ളിൽ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴുമേ ഞാൻ വീഡിയോ ചെയ്ത് വരുന്നുണ്ട്. ആത്മീകമായി അല്ലാതെ നോക്കിയാൽ പോലും സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെയുള്ള പതിവും ചെയ്യുന്നുണ്ട്. അതിലും പണം സംബന്ധപ്പെട്ട് ആ മാസം മുഴുവനും നിങ്ങൾ പണവരവിനായിട്ട് മുട്ടിയിരിക്കാൻ പാടില്ല. പണക്കഷ്ടം, അതുപോലെ തന്നെ ഒരാൾ കൂടെ പോയി കടം വാങ്ങണം, അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നതിനാലെയാണ് മാസത്തോടെ ആദ്യ വാരമേ ഞാൻ ഒരു ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പകർന്നു തന്നു പോരുന്നത്. നമ്മുടെ ചാനല് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇതറിയാം. ഓരോരോ മാസാദ്യത്തിലും ഒരു ചെറിയ പതിവായിരുന്നാലും, ബട്ട് അത് വന്നിട്ട് പണവരവ് അധികരിക്കാൻ മീൻസ് പണവശ്യത്തെ ഏർപ്പെടുത്തുന്നതിനുള്ള ചെറിയ ചെറിയ പതിവായാലും ഞാൻ പോസ്റ്റ് ചെയ്തേ വരികയാണ്. അതുപോലെ ഒരു വിഷയം തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇന്ന് ജൂൺ മാസം 5-ാം തീയതി, മാസാദ്യമാണല്ലോ. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരു മാസത്തിൽ 30 ഡേയ്സ് ആണല്ലോ ഇരിക്കുന്നത്. ഈ വിഷയം വന്നിട്ട് നമ്മൾ 21 ദിവസം ചെയ്യണം. നിങ്ങൾ നേരത്തെ ഷെയർ ചെയ്ത് കൊടുത്താലേ എല്ലാവർക്കും അത് യൂസ് ആകത്തുള്ളൂ. 21 ദിവസം ചെയ്താൽ നിശ്ചയമായും ഒരു നല്ല ഫലം നിങ്ങൾക്ക് കിട്ടും. എന്നാൽ 21 ദിവസം ഒന്നും ആരും ഇത് റെഗുലറായിട്ട് ചെയ്യില്ല. ഒരു 2 ദിവസമെങ്കിലും മറന്നു പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാട്ടിൽ പോയി ഒരു നാൾ മിസ് ചെയ്തു, അങ്ങനെയെല്ലാം പറയും. സോ 30 ഡേയ്സിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 21 ഡേയ്സ് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചോളുക. അപ്പോൾ 30 ഡേയ്സ് കണക്ക് വയ്ക്കുമ്പോൾ 21 ഡേയ്സ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ എല്ലാവരുമേ ഇന്ന് തന്നെ ഇത് വന്നിട്ട് വൈരാഗ്യമായിട്ട് ഒരു ചലഞ്ചായിട്ട് എടുത്ത് ആരംഭിച്ചോളുക. മണി ചലഞ്ച് എന്നുകൂടെ ഇതിനെ പറയാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. എല്ലാ കാര്യങ്ങളും നടത്തിത്തരാൻ അമ്മനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തോളുക. ഫസ്റ്റ് നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്തോളുക. കൂടെ ഒരു ഗ്രീൻ കളറ് പെന്ന്, അത് പെന്നോ മാർക്കറോ സ്കെച്ചോ ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കോഡ് ഇട്ട ബുക്ക് എടുക്കരുത്, മീൻസ് ലൈൻ ഇട്ട ബുക്ക് എടുക്കാതെ പ്ലെയിൻ ബുക്ക് എടുത്തോളുക. ഒരു 40 പേജസിന്റെ നോട്ട് മതി. ദെൻ ഇതിന് വന്നിട്ട് ഒരു സമയം എന്നുള്ളതുണ്ട്. രാത്രി 11 മണിക്ക് മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നോട്ട് ബുക്കും പച്ച കളർ പെന്നും എടുത്തു. എന്നതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ വന്നിട്ട് നിങ്ങൾ ഡേറ്റ് ഇടണം.
മുകളിലായിട്ട് ഡേറ്റ് ഇട്ടോളുക. എന്നാണ് നിങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് 5-ാം തീയതിയാണ്. അപ്പോൾ 5/6/2025 എന്ന് ഡേറ്റ് ഇടുക. ഞാൻ 4/6/2025 എന്നാണ് ഇട്ടേക്കുന്നത്. കാരണം ഇത് രാത്രി 11 മണിക്ക് ചെയ്യേണ്ടതിനാലേ ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാണ്. സോ നിങ്ങൾ ഏത് ഡേറ്റിനാണോ ചെയ്യുന്നത് ആ ഡേറ്റ് ഫേസ്റ്റിൽ നിങ്ങൾ കൊടുക്കുക. എന്നതിന് ശേഷം ഇതിൽ വന്നിട്ട് നിങ്ങളുടെ പേരെഴുതുക. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിക്കൊള്ളുക. നിങ്ങളുടെ പേര്, ഇപ്പം ഞാൻ എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, നന്ദുലക്ഷ്മി. നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുത്തോളുക. ഇനി ഡൗട്ട് വരാം, വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 നോട്ടിൽ എഴുതാമോ എന്ന്. തീർച്ചയായും ധാരാളമായും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നെയിം എഴുതിയല്ലോ, ദെൻ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതുക: ഐ ആം എ മണി മാഗ്നറ്റ്. ഐ ആം എ മണി മാഗ്നറ്റ്. ദാറ്റ് മീൻസ് ഞാൻ വന്നിട്ട് പണത്തിനെ ഇളുത്തെടുക്കാൻ ശക്തിയുള്ള ഒരു കാന്തമായിട്ട് ഇരിക്കുന്നു. പണത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ശക്തിയുള്ള ഒരു കാന്തമായിട്ട് ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങളുടെ പേരെഴുതിയിട്ട് ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് കീഴെ എഴുതുക. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ. ഡൗട്ട് ഇല്ലല്ലോ? ഫസ്റ്റ് ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് നന്ദുലക്ഷ്മി എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ഐ ആം എ മണി മാഗ്നറ്റ്. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. എന്നിട്ട് താഴെയായിട്ട് ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് എഴുതുക. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഗത്ത് വരും. മീൻസ് നിങ്ങൾക്കൊരു ധൈര്യം വരും. പണം നമ്മുടെ അടുത്ത് വന്നുവെന്ന് നിങ്ങൾക്ക് തോന്നും. സോ ഇതിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാല് പ്രപഞ്ചത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് പണത്തെ ഈർക്കുന്ന ശക്തിയുള്ള വരി. ഇത് എഴുതിയ ഉടനെ തന്നെ ആ മന്ത്രം വർക്കൗട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് പേജ് മറിച്ച് നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇതേ ഗ്രീൻ കളർ പെൻ കൊണ്ട് 1 2 3 എന്ന് 11 വരെ നമ്പർ ഇട്ട് വയ്ക്കുക. ഓർക്കുക, ഗ്രീൻ കളർ പെൻ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇനി നിങ്ങൾ ഈ ഓരോ നമ്പർ ഇട്ട് വെച്ചതിലും എന്ത് ചെയ്യണം വെച്ചാല് ഈ പറയുന്ന ലൈൻ പറഞ്ഞുകൊണ്ടേ എഴുതിക്കോളുക. നോക്കൂ: ഡിവൈൻ മാജിക് കൗണ്ട് 25196. എന്താണ്? ഒന്നുകൂടെ പറയാം: ഡിവൈൻ മാജിക് കൗണ്ട് 25196. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതുക. ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ലൈനും എഴുതണം. അതല്ലാതെ ഡിവൈൻ ഡിവൈൻ ഡിവൈൻ, മാജിക് മാജിക് മാജിക്, കൗണ്ട് കൗണ്ട് കൗണ്ട്, ഈ നമ്പർ അങ്ങനെ എഴുതാൻ പാടില്ല. ഒന്നിച്ച് ഡിവൈൻ മാജിക് കൗണ്ട് 25196 ഇങ്ങനെ ഒന്നിച്ച് എഴുതണം. ഇത് വന്ന് നിങ്ങൾ എഴുതുമ്പോൾ ഈ മാസത്തിനെന്ന് ഒരു ഗോള്, ഒരു എയിം, മീൻസ് ഒരു ടാർഗറ്റ് അതിലൊന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് ഈ മാസത്തിൽ ഇത്ര പണം ഞാൻ സേവ് ചെയ്യണം. ഇത് ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ അവർ ചിലവെല്ലാം പോയിട്ട് ഞാൻ വന്നിട്ട് എനിക്കൊരു 2000 രൂപ മിച്ചപ്പെടുത്തി എൻ്റെ കയ്യിൽ ചേർത്ത് വയ്ക്കണം. അതല്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രോഫിറ്റ് വന്നിട്ട് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടണം, അങ്ങനെ ഞാൻ ചേർത്ത് വയ്ക്കണം. അങ്ങനെ അതുപോലെ നിങ്ങളൊരു ടാർഗറ്റ്, ഒരു ഗോള് സെറ്റ് ചെയ്തോളുക. അത് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വരികൾ പറഞ്ഞ് പറഞ്ഞ് എഴുതിക്കോളുക. ഓരോരുത്തർക്കും മനസ്സിൽ ഓരോരോ ടൈപ്പ് വിഷയങ്ങളായിരിക്കും ഇരിക്കുന്നത്. അതെന്താന്ന് ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ഗോള് അത് പണസംബന്ധമായി ഇരിക്കുന്നുവോ അത് വന്ന് സെറ്റ് ചെയ്തോളുക. ഒന്ന് ഓർത്തോളുക, ഈ വരികൾ വന്നിട്ട് പണം വരാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഇത് വച്ച് നമ്മൾ
നമ്മുടെ ആരോഗ്യമോ പഠിപ്പോ ജോലിയോ ഒന്നും ഇതിനു വേണ്ടി ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് ഓൺലി റിലേറ്റഡ് ഫോർ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്, അതായത് ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നത്. ഇത് വന്നിട്ട് പണസംബന്ധമായ പ്രശ്നങ്ങൾ മാറി നമ്മുടെ കയ്യിൽ പണം വരാൻ വേണ്ടി മാത്രം ഉതവുന്ന ഒന്ന്. ഇത് നിങ്ങൾ 11 തവണ അറ്റ് എ സ്ട്രെച്ചിൽ എഴുതണം. ഒരു 4 ടൈംസ് എഴുതിയിട്ട് മുഖ്യമായ ഒരു ഫോൺ കോൾ വരുന്നു എന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന് 5th എഴുതാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒറ്റ സ്ട്രെച്ചിലെ നിങ്ങൾ എഴുതുക. ഒരു സൈലൻ്റായ ഇടത്തിൽ പോയിരുന്നിട്ട്, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഇടത്തിൽ പോയിരുന്നിട്ട് നിങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് എഴുതിക്കൊള്ളുക. മനസ്സിലായല്ലോ? ഈ ടൈമിൽ വേറെ ഒന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ പാടില്ല. ഓക്കെ. ഇനി ഇതിനൊരു ടൈം എന്നതുണ്ട്. ഇത് ഏത് നേരത്തെ എഴുതാൻ ആരംഭിക്കണം എന്ന് വെച്ചാൽ, ഇന്ന് രാത്രി 11 മണിക്ക് ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 11 PM ശരിയായിട്ട് 11 ടൈംസ് 11 തവണ ഇത് നിങ്ങൾ എഴുതിക്കൊള്ളുക. ശരിയാ? ബുക്കും പെന്നും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ 11 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തോളുക. സോ ഡെയിലി രാത്രി 11 മണിക്ക് 11 തവണ ഇത് നമ്മൾ എഴുതാൻ പോവുകയാണ്. എത്ര ദിവസത്തേക്ക് എഴുതണമെന്നാൽ അതെല്ലാം പറഞ്ഞുല്ലോ. 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി എഴുതുക. ഈ എന്താണ് 21 ഡേയ്സ് എന്നിനി ഡൗട്ട് വരാം. അങ്ങനെ ചോദിച്ചാൽ, ഏതൊരു വിഷയവും ഒരു പഴക്കമായി മാറാനായിട്ട് കുറഞ്ഞത് നമുക്ക് 21 ഡേയ്സ് ആണ് ആവശ്യം. ആ 21 ഡേയ്സ് ഒരു വിഷയത്തെ നമ്മൾ ചെയ്തു വരുമ്പോൾ 22nd ഡേ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡ് ഉടനെ പോയി നോട്ട് എടുത്ത് പെന്നെടുത്ത് എഴുതാൻ ആരംഭിച്ചിടും. അത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പഴക്കമായി മാറിടും. ഡിവൈൻ, മാജിക്, കൗണ്ട്, 2, 5, 1, 9, 6 ഇതെല്ലാമേ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്സ്. ഇനി എന്താണ് 2, 5, 1, 9, 6, 2, 5, 1, 9, 6 എന്ന് നോക്കിയാൽ ഇത് വന്നിട്ട് മഹാലക്ഷ്മി ദേവി, ദാറ്റ് മീൻസ് ഗോഡസ് മഹാലക്ഷ്മിയുടെ സീക്രട്ട് കോഡ് എന്ന് പറയും. അതായത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു നമ്പർ. കേട്ടിട്ട് വിശ്വാസമില്ലാത്തവര് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കൊള്ളുക. മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്തോളുക. നിശ്ചയമായും നിങ്ങൾക്ക് ഒരു ബലം കിട്ടിയിരിക്കും. ഡിവൈൻ, മാജിക്, കൗണ്ട്, 2, 5, 1, 9, 6. ഇനി ഒരു ചില പേര് ഇതിൽ ഡൗട്ട് വരാം. ഇതിൽ വന്നിട്ട് നമ്മൾ ഉച്ചരിച്ചാൽ മാത്രം മതിയില്ലേ എന്ന്. ഇത് നിങ്ങൾ ഉച്ചരിക്കുന്നതിനേക്കാൾ എഴുതുമ്പോൾ നിങ്ങളുടെ ബലം അധികമാകും. അതായത് എഴുത്തിന് നിറയെ ശക്തിയുണ്ട്. അതിനാലെയാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നിക് ഈസ് മോർ പവർഫുൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ വന്നിട്ട് മാനിഫെസ്റ്റേഷനായിട്ട് ഒരു നോട്ട് ബുക്ക് വെച്ചിരിക്കുന്നു എന്നാൽ അതിൽ പേജസ് ഇരുന്നാൽ അതിലേ നിങ്ങൾക്ക് എഴുതാം. ഇല്ലാച്ചാൽ ഒരു നോട്ട് ബുക്ക് പുതിയതായിട്ട് വാങ്ങിക്കൊള്ളുക. ഇനി ഇത് എഴുതിയതിന് ശേഷം ഇത് എന്ത് ചെയ്യണമെച്ചാൽ, ദയവ് ചെയ്ത് ഇത് നിങ്ങൾ പേപ്പർ കടയിലൊന്നും കൊണ്ടുപോയി തൂക്കി വിൽക്കാനൊന്നും നിൽക്കരുത്. ഭദ്രമായിട്ട് വെച്ചോളുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്കെന്നൊരു പ്രോബ്ലം വന്നാൽ ഇതുപോലെ മാനിഫെസ്റ്റേഷൻ എഴുതി നമ്മൾ വച്ചത് എടുത്തു നോക്കുമ്പോൾ അതൊരു നമുക്ക് മോട്ടിവേഷൻ ആയിരിക്കും. സോ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഫസ്റ്റിൽ ഒരു നോട്ട് ബുക്ക് എടുക്കുക. അത് ഗ്രീൻ കളർ പെൻ കൊണ്ട് ഫസ്റ്റ് ഡേറ്റ് ഇടുക. മേലെ ഡേറ്റ് ഇട്ടിട്ട് താഴെ വന്നിട്ട് പേരെഴുതുക. കൂടെ ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അതിൽ 1, 2, 3 എന്ന് 11 വരെ നമ്പർ ഇട്ട് വയ്ക്കുക. എന്നതിന് ശേഷം എഴുതിക്കൊള്ളുക. ഡിവൈൻ, മാജിക്, കൗണ്ട്, 2, 5, 1, 9, 6 എന്ന് ഒറ്റ സ്ട്രെച്ചിൽ 11 ടൈംസ് എഴുതിക്കൊള്ളുക.
ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ വരാഹി അമ്മനെ ഫേസ്റ്റിൽ പ്രാർത്ഥിച്ചോളുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ചെയ്തു നോക്കിക്കോളുക. പതിവ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.